കഴിഞ്ഞ ക്ലാസ്സിൽ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് ടേം എന്താണ് എന്നൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. സോ നമുക്ക് ഏതൊരു ടേമിനെയും ഫസ്റ്റ് ടേമിൻ്റെയും കോമൺ ഡിഫറൻസിൻ്റെയും ടേമിൽ എഴുതാനായിട്ട് പറ്റും. അതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. x1 = x1. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന x1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സെക്കൻഡ് ടേം എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്, x2 എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്, x1 + d എന്നായിരിക്കും കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോവുകയാണ്. ആൻഡ് x3 എന്ന് പറയുന്നത് എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു x1 + 2d. x3 ആണെന്നുണ്ടെങ്കിൽ 3യിൽ നിന്ന് 1 കുറച്ച് 2, അപ്പോൾ x1 + 2d. ഓക്കെ, അതിന് x4 ആണെന്നുണ്ടെങ്കിൽ x1 + 4d അല്ല, x1 + 3d ആണ്. അതുപോലെ ഏതൊരു ടേമിനെ നമുക്ക് അങ്ങനെ എഴുതാം. അടുത്ത് നോക്കിക്കുക, ഇപ്പോൾ x20 ആണ് കണ്ടുപിടിക്കേണ്ടത്. 20th ടേമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 19, 20ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 19. അപ്പോൾ 100th ടേം ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും, x1 + 1990. നമുക്ക് ഏതൊരു ടേമിനെയും ഫസ്റ്റ് ടേമിൻ്റെയും കോമൺ ഡിഫറൻസിൻ്റെയും ടേമിൽ എഴുതാനായിട്ട് പറ്റും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ ഏതൊരു ടേമും കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ടേം is 22 and the common difference is 5. ഫസ്റ്റ് ടേം 22 എന്ന് പറയുന്നുണ്ട്, കോമൺ ഡിഫറൻസ് 5 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30th ടേം കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കേണ്ടത് എന്താണ്, x30 ആണ് കണ്ടുപിടിക്കേണ്ടത്. x1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേം 22, കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് 5. x30 നമുക്ക് എങ്ങനെ എഴുതാം, x1 + 13 ഒന്ന് കുറയ്ക്കുമ്പോൾ 29, 29d. x1 + 29d എന്ന് എഴുതാൻ പറ്റും. x1 ഉണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്. x1 കോമൺ ഡിഫറൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആൻസർ എന്ത് വരുന്നു, 167 വരുന്നു. അപ്പോൾ നമുക്ക് x30 കണ്ടുപിടിച്ചില്ല. അപ്പോൾ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. രണ്ട് ടേംസ് തന്നാൽ എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഇനി രണ്ട് ടേംസ്, അരിത്മെറ്റിക് സീക്വൻസിലെ രണ്ട് ടേംസ് തരുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്പും സെയിം ഇതേ കണക്കാണ്. കോമൺ ഡിഫറൻസ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്, എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ടേം 34 ആണ് തന്നിട്ടുണ്ട്, സിക്സ്ത് ടേം 67 ആണ് തന്നിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എന്താണെന്ന് കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. സെക്കൻഡ് സ്റ്റെപ്പാണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത്. നോക്കാം, കോമൺ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, xm - xn / m - n. ഓക്കെ, എക്സമും എക്സനും രണ്ട് ടേംസ് ആണ് ക്വസ്റ്റ്യനിൽ. x3 അതായത് തേർഡ് ടേം 34 എന്നും സിക്സ്ത് ടേം x6 = 67 എന്നും തന്നിട്ടുണ്ട്. അത് എക്സെമ്മിനും എക്സനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. x6 - x3 പൊസിഷനാണ് നമ്മൾ താഴെ മൈനസ് ചെയ്യുന്നത്. 6 - 3 m - n എന്നല്ലേ. സോ 6 - 3, x6 എന്താണ് 67, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x3 എന്ന് പറയുന്നത് എന്താണ് 34, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 67 - 34 / 6 - 3 എന്താവും 3. 67 - 34/3 എന്ത് വരും 11 എന്ന് ആൻസർ കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, കോമൺ ഡിഫറൻസ്. ഇനി ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ടേം ഉണ്ടല്ലോ, x3യും x6ഉം, അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തെഴുതുക. x3 വേണമെങ്കിലും എഴുതാം, x6 വേണമെങ്കിലും എഴുതാം. x3 നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും, x1 + 2d എന്ന് എഴുതാം. നേരത്തെ പറഞ്ഞായിരുന്നു ഏതൊരു ടേമിനെയും ഫസ്റ്റ് കോമൺ ഡിഫറൻസിൻ്റെ ടേംസിൽ എഴുതാനായിട്ട് പറ്റും. x3 ആണെന്നുണ്ടെങ്കിൽ 3 ന്ന് 1 കുറച്ചാൽ 2, അപ്പോൾ x1 + 2d. 34 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, അതിൽ d നമുക്കറിയാം, കണ്ടുപിടിച്ചു. 11 ആണെന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. x1 + 22 = 34 എന്ന് വരും. പ്ലസ് ചെയ്തിരിക്കുന്ന 22 = ഇപ്പുറത്ത് പോകുമ്പോൾ -22 ആവും. ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം 12 കിട്ടും. ഇങ്ങനെയാണ് ഏതൊരു ക്വസ്റ്റ്യൻ രണ്ട് ടേം തന്നിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്, xm - xn / m - 1. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ടേമിനെ എടുത്തെഴുതുക. അതിനെ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസിൻ്റെ ടേമിൽ എഴുതുക. x1 d എന്ന് പറഞ്ഞൊരു ടേമിൽ എഴുതുക, എന്നിട്ട് d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ടേം നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ 20th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇഫ് ഇറ്റ് സിക്സ്ത് ടേം ഇസ് 14 ആൻഡ് 14th ടേം ഇസ് 6. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. രണ്ട് ടേം തന്നിട്ടുണ്ട്, എന്നിട്ട് ആ ഒരു സീക്വൻസിൽ വേറൊരു ടേം 20th ടേം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടേം തന്നിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നതും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതും നമ്മൾ പഠിച്ചായിരുന്നു. ഇനി
രണ്ട് ടേം തന്നിട്ട് എങ്ങനെയാണ് ആ ഒരു സീക്വൻസിൽ വേറൊരു ടേം കണ്ടുപിടിക്കുന്നത്? സ്റ്റെപ്പ് ഫസ്റ്റ് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക, എന്നിട്ടാണ് 20th ടേം കണ്ടുപിടിക്കുന്നത്. അതായത് ഇപ്പം കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേമും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ടേം വേണമെങ്കിലും കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് കോമൺ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ ആണ് D = xn - xm / n - m. xm - xn എന്നും നമുക്ക് എഴുതാം. ഇപ്പം മുകളിൽ n ആണ് ആദ്യം എഴുതിയിരിക്കുന്നതെങ്കിൽ താഴെ n എഴുതണമെന്നേ ഉള്ളൂ. ഇക്വേഷൻ അങ്ങനെ ഒരു ചേഞ്ച് വരാം, കുഴപ്പമില്ല. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? സിക്സ്ത് ടേമും തന്നിട്ടുണ്ട്, 14th ടേമും തന്നിട്ടുണ്ട്. അത് രണ്ടും എടുത്ത് എഴുതിയിട്ടുണ്ട്. അതിനെ നമുക്ക് സിക്സ്ത് ടേമിനെ x6 എന്നും 14th ടേമിനെ x എന്തെന്നും എഴുതാം, 14 എന്നും എഴുതാം. അത് രണ്ടും തന്നിട്ടുണ്ട്. സോ കോമൺ ഡിഫറൻസിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. x14 - x6 = 14 ആണ് മുകളിൽ ആദ്യം എഴുതുന്നെങ്കിൽ 14 - 6 എന്ന് തന്നെ താഴെ എഴുതണം. ഓക്കെ, ഇനി x14 എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 6 അല്ലേ? സോ 6 ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x6 എത്രയാണ് തന്നിരിക്കുന്നത്? 14 അല്ലേ? 14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 6 - 14 ആണ്. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറാണ് കുറയ്ക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ -8/8 എന്ന് വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര എന്ന് കിട്ടും? -1. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാ? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ രണ്ട് ടേമിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് x6 ആണ്. x6നെ നമുക്ക് എങ്ങനെ എഴുതാം? x1 + 5d. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 14 ആണ്. d എന്ന് പറയുന്നത് -1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ x1 + 5 × -1, ഡിക്ക് പകരം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, = 14. അതും എഴുതി. അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും x6 = x1 + -5 = 14 എന്ന് കിട്ടും. പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ x1 - 5 എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? 14. -5 = ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +5 ആവും. സോ 14 + 5 = 19. അങ്ങനെ x1ഉം നമുക്ക് കിട്ടും. x1ഉം കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക? x20 എങ്ങനെ നമുക്ക് എഴുതാം? x20 എങ്ങനെ എഴുതാം? 20th ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. x1 + 19d എന്ന് എഴുതിക്കൂടെ? x1 എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു, 19 ആണ്. കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു, -1 ആണ്. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, ആൻസർ 0 എന്ന് വരുന്നു. അപ്പോൾ x20 എന്ന് പറയുന്ന ആൻസർ 0 ആയിരിക്കും. കോമൺ ഡിഫറൻസ് നെഗറ്റീവും വരാം, പോസിറ്റീവും വരാം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആവരുത് കോമൺ ഡിഫറൻസ് നെഗറ്റീവ് വരുന്നതുകൊണ്ട്. ഇങ്ങനെയാണ്